നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് മാസ്തിക്കുണ്ടിൽ ബൈക്കും സ്കൂൾ ബസ്സും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഗാളിമുഖ സ്വദേശി ഷമ്മാസാണ് മരിച്ചത്. കാസർഗോഡ് MG റോഡിലെ വാഹനാപകടം. ലോറിക്കടിയിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ വ്യാപാരി മരിച്ചു. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതികളായ MDMA കേസ്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളെ കാണുമെന്നും പ്രതികൾ. കാസർഗോഡ് എയിംസ് എന്ന സ്വപ്നത്തിന് വീണ്ടും ചിറകുമുളയ്ക്കുന്നു. പെരിയയിൽ 274 ഏക്കർ ഭൂമി അനുയോജ്യമെന്ന് ജില്ലാ കളക്ടറുടെ പ്രൊപ്പോസൽ. കുമ്പളയിൽ വൻ ലഹരിവേട്ട. കാറിൽ കടത്തുകയായിരുന്ന 3.355 ഗ്രാം MDMAയുമായി 3 പേർ അറസ്റ്റിൽ. രാജീവ് ഗാന്ധിയുടെ ജന്മദിനം തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സദ്ഭാവന ദിനമായി ആചരിച്ചു. പ്രിയദർശിനി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. ഓണാഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകുവാൻ ചെണ്ടുമല്ലി കൃഷിയുമായി കാസർഗോട്ടെ പുരുഷ സ്വയം സഹായ സംഘം. രാവണേശ്വരത്ത് 1 ഏക്കർ സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് മാസ്തിക്കുണ്ടിൽ ബൈക്കും സ്കൂൾ ബസ്സും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഗാളിമുഖ സ്വദേശി ഷമ്മാസാണ് മരിച്ചത്. കാസർഗോഡ് ബോവിക്കാനം പൗവൽ മാസ്തിക്കുണ്ടിൽ വാഹനാപകടത്തിൽ ഗാളിമുഖം ഗോളിത്തടി പുതിയ വളപ്പിലെ ഷമ്മാസ് അബ്ദുള്ളയാണ് മരിച്ചത്. കുനിൽ സ്കൂളിന്റെ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. സ്ഥലത്തുണ്ടായിരുന്നവരുടെ നേതൃത്വത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷമ്മാസിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കുവാൻ സാധിച്ചില്ല. അപകടത്തെ തുടർന്ന് അല്പസമയത്തേക്ക് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട്ടെ ഒരു ജ്യൂസ് കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഷമ്മാസ്. ഇന്ന് രാവിലെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി ബൈക്കിൽ ഗാളിമുഖത്തേക്ക് പോകുന്നതിനിടയിലാണ് ഷമ്മാസ് അബ്ദുള്ള അപകടത്തിൽപ്പെട്ടത്. ഷാഫി ബി ഫാത്തിമ ദമ്പതികളുടെ മകനാണ്. ബി ഫാത്തിമയാണ് ഭാര്യ. സിൻസാദ്, സൈമ, സഫ, ഖദീജ എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, ചെർക്കള. കാസർഗോഡ് MG റോഡിലെ വാഹനാപകടം. ലോറിക്കടിയിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ വ്യാപാരി മരിച്ചു. ബാങ്കോട് സ്വദേശി ഹനീഫാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. സംഭവത്തിന്റെ നടുക്കുന്ന CCTV ദൃശ്യങ്ങൾ KCN ന്യൂസിന് ലഭിച്ചു. കാസർഗോഡ് MG റോഡിലെ പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ടാങ്കർ ലോറിക്കടിയിൽപ്പെട്ട് കാലിന് ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരനായ വ്യാപാരി മരിച്ചു. തളങ്കര ബാങ്കോട്ടെ ഹനീഫയാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വിദ്യാനഗർ BC റോഡിലെ ഫ്ലക്സ് കട ഉടമയാണ് ഹനീഫ. ബുധനാഴ്ച ഉച്ചയ്ക്ക് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടയിലായിരുന്നു അപകടം. ലോറി ഇടിച്ച് സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ ഹനീഫയുടെ കാലിലൂടെ ലോറി കയറിയിറങ്ങുകയായിരുന്നു. ഇതിന്റെ നടുക്കുന്ന CCTV ദൃശ്യങ്ങൾ KCN ന്യൂസിന് ലഭിച്ചു. അതീവ ഗുരുതര നിലയിൽ പരിക്കേറ്റ ഹനീഫയെ ജനറൽ ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഭാര്യ സിബിരിയ, മക്കൾ ഉസ്ന, ഇഷാം വിദേശത്താണ്. ആനിയ, അസ്വ ബാങ്കോട്ടെ പരേതരായ ഖാദറിന്റെയും ആയിഷയുടെയും മകനാണ്. നേരത്തെ ഹനീഫ വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. തിരിച്ചെത്തിയ ശേഷം തിരുവനന്തപുരം സ്വദേശി വിജയരാജ്, മുബാറക്, ദൃശ്യ എന്നിവർക്കൊപ്പം ഫോർസൈറ്റ് എന്ന സ്ഥാപനം ആരംഭിക്കുകയായിരുന്നു. പാർട്ട്ണർമാർ പിരിഞ്ഞതോടെ സ്ഥാപനം ഹനീഫ നടത്തിവരികയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതികളായ MDMA കേസ്. തങ്ങളെ പെടുത്തിയതാണെന്ന് പ്രതികൾ. കേസുമായി ബന്ധമില്ലെന്നും വിളിച്ചു വരുത്തി പെടുത്തുകയായിരുന്നുവെന്നും പ്രതി അബ്ദുൽ സലാം. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മുഹമ്മദ് ഹുസൈൻ. കേസിൽ ദുരൂഹതയുണ്ടെന്നും പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളെ കാണുമെന്നും പ്രതികൾ. കാസർഗോഡ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതികളായ കാസർഗോഡ് MDMA കേസിൽ പോലീസിനെതിരെ ആരോപണവുമായി പ്രതികൾ രംഗത്ത്. പയ്യന്നൂരിലെ ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തി തങ്ങളെ പെടുത്തിയതാണെന്ന് പ്രതി അബ്ദുൽ സലാം ആരോപിച്ചു.
കേസുമായി ബന്ധമില്ല. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളെ കാണുമെന്നും പ്രതികൾ പറഞ്ഞു. റോയൽ ഹോംസ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തി പിടിച്ചിട്ടാണ്. എന്തായാലും മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ടോ? തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പ്രതി മുഹമ്മദ് ഹുസൈൻ പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയോട് ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് പ്രതികരിക്കുവാൻ തയ്യാറായില്ല. കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പെരുമ്പാവൂർ സ്വദേശികളായ KH മുഹമ്മദ് ഹുസൈൻ, PA അബ്ദുൽ സലാം, PA അബ്ബാസ് എന്നിവരെയാണ് ചന്ദേര പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. അതേസമയം പ്രതികൾക്ക് വേണ്ടി വക്കാലത്തെടുത്ത അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഹാജരായില്ല. കോൺഗ്രസ് കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് സാജിദ് കമ്മാടമാണ് പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. അഡ്വക്കേറ്റ് സാജനായിരുന്നു കേസിന്റെ വക്കാലത്തുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് എയിംസ് എന്ന സ്വപ്നത്തിന് വീണ്ടും ചിറക് മുളയ്ക്കുന്നു. പെരിയയിൽ 274 ഏക്കർ ഭൂമി അനുയോജ്യമെന്ന് ജില്ലാ കളക്ടറുടെ പ്രൊപ്പോസൽ. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സംസ്ഥാന സർക്കാരിന് സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. KCN ബിഗ് ഗസ്റ്റ്. കാസർഗോഡ് ജില്ലയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കുന്നതിനായി പെരിയയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയുടെ ഭൂമി ഏറ്റവും അനുയോജ്യമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സംസ്ഥാന സർക്കാരിന് സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP അപേക്ഷയെ തുടർന്ന് സർക്കാർ നിർദ്ദേശപ്രകാരം സ്ഥലം നേരിട്ട് സന്ദർശിച്ച് 10 ദിവസത്തിനകമാണ് വിശദമായ പ്രപ്പോസൽ തയ്യാറാക്കിയത്. നിർദ്ദിഷ്ട ഭൂമിയുടെ റീസർവേ, ഡിജിറ്റൽ സ്കെച്ച്, ഡ്രോൺ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ എന്നിവ പ്രപ്പോസലിനൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എയിംസ് മാതൃകയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും മെഡിക്കൽ കോളേജും ഉൾപ്പെടുന്ന സ്ഥാപനത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ പെരിയെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട കാസർഗോഡ് MP സർക്കാരിന് ഒരു റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കാസർഗോഡ് ജില്ലയും കൂടെ എയിംസിനായിട്ട് പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടായിരുന്നു ഗവൺമെൻറ് ജില്ലാ ഭരണകൂടത്തോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലാൻഡിൻ്റെ അവൈലബിലിറ്റിയും അതിൻ്റെ ഫീസിബിലിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജില്ലാ ഭരണകൂടം നമ്മൾ ഡിസ്ട്രിക്ട് ലെവൽ ടീം തന്നെ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും പെരിയയിലുള്ള സ്ഥലം എയിംസിനായിട്ട് ഏറ്റവും അനുയോജ്യമാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. അവിടെ നമുക്ക് 274 ഏക്കർ അവൈലബിൾ ആണ്. അപ്പം അടുത്തടുത്തായിട്ട് ഒരു 4 ബ്ലോക്കിലായിട്ടാണ് ഈ ഒരു 274 ഏക്കർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പം NH-നോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ്. 6 ലൈൻ NH-നോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. കൂടാതെ തന്നെ നമ്മൾ ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റീൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഒരു സ്ഥലമാണ് ഈ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ. ഈ 4 ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ ബ്ലോക്ക് NH-നോട് ചേർന്നിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് മുമ്പായിട്ടുള്ള 95 ഏക്കർ, അതിനോട് അടുത്ത് തന്നെയുള്ള വേറൊരു 95 ഏക്കർ ഉണ്ട്. പിന്നെ മറ്റ് 2 ബ്ലോക്കുകളിലായിട്ട് 46 ഏക്കറും 37 ഏക്കറുമായിട്ടാണ് 4 ബ്ലോക്കുകളിലായിട്ട് 274 ഏക്കർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജില്ലയ്ക്കും ജോഗ്രഫിക്കലി സെൻറ്ററായിട്ടാണ് വരുന്നത്. ജില്ലയിലുള്ള എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. കൂടാതെ തന്നെ നമ്മൾ കർണാടക, കണ്ണൂർ അതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അനുയോജ്യമായ സ്ഥലത്ത് 200 ഏക്കർ ഭൂമി, റോഡ് കണക്ടിവിറ്റി, ആവശ്യത്തിന് ജലവൈദ്യുതി ലഭ്യത, ഭൂമിയും അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് മാനദണ്ഡങ്ങളായി പറഞ്ഞിട്ടുള്ളത്. പെരിയയിൽ കണ്ടെത്തിയിട്ടുള്ള സ്ഥലം ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്നതിനോടൊപ്പം മികച്ച ഭൂമിയുടെ അധിക ലഭ്യതയും യാത്രാ സൗകര്യങ്ങളും പ്രധാന നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ശക്തമായ സാധ്യതയാണ് പെരിയ മുന്നോട്ട് വെക്കുന്നതെന്ന് കലക്ടർ പറഞ്ഞു. പെരിയയിലെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള PCK ബ്ലോക്കുകൾ നേരിൽ സന്ദർശിച്ച് പരിശോധിച്ചാണ് പ്രപ്പോസൽ തയ്യാറാക്കിയതെന്ന് കലക്ടർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്നതാണ് നിർദ്ദിഷ്ട പ്രദേശം. എയിംസ് യാഥാർത്ഥ്യമായാൽ അത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള കരുതൽ കൂടിയായി മാറും. ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ
പുനരധിവാസം, ന്യൂറോളജി, എൻവയോൺമെന്റൽ മെഡിസിൻ, ദീർഘകാല ഫോളോ അപ്പ് എന്നിവയ്ക്കുള്ള പരമോന്നത കേന്ദ്രമായി എയിംസ് മാറും. മുൻപ് കേന്ദ്ര സർവകലാശാലയ്ക്കായി പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഭൂമി വിട്ടുനൽകിയ മാതൃകയിൽ ചട്ടങ്ങൾക്ക് വിധേയമായി റവന്യൂ വകുപ്പ് വഴി ഭൂമി എയിംസിന് ലഭ്യമാക്കുവാൻ സാധിക്കും. നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്ന 28 ദിവസ വേതന തൊഴിലാളികൾക്ക് എയിംസിലെ സുരക്ഷ, ശുചീകരണം, മെയിൻ്റനൻസ് തുടങ്ങിയ അനുബന്ധ മേഖലകളിൽ പുനരധിവാസം ഉറപ്പാക്കുവാൻ നിർദ്ദേശമുണ്ട്. കൂടാതെ പ്രാദേശികമായി വൻതോതിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. എയിംസ് യാഥാർത്ഥ്യമാകുന്നതോടെ വടക്കൻ കേരളത്തിലെയും കർണാടക അതിർത്തി പ്രദേശങ്ങളായ ദക്ഷിണ കന്നഡ, കുടകിലെ ജനങ്ങൾ എന്നിവർക്ക് ആശ്രയിക്കാവുന്ന ഒരു സുപ്രധാന തൃതീയതല ആരോഗ്യ കവാടമായി പെരിയ മാറും. ജില്ലാ കളക്ടർക്കൊപ്പം ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ആര്യ പി രാജ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ, ഹൊസ്ദുർഗ് തഹസിൽദാർ കെ രമേശൻ, പെരിയ വില്ലേജ് ഓഫീസർ മധു, താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ അനിൽ ഫിലിപ്പ്, സർവേ ഉദ്യോഗസ്ഥർ, PCK യൂണിറ്റ് മാനേജർ സജീവ് എന്നിവരാണ് സ്ഥലം സന്ദർശിച്ച് സാധ്യതകൾ വിലയിരുത്തിയത്. ന്യൂസ് ബ്യൂറോ, പെരിയ. കുമ്പളയിൽ വൻ ലഹരിവേട്ട. കാറിൽ കടത്തുകയായിരുന്ന 3.355 ഗ്രാം MDMA-യുമായി 3 പേർ അറസ്റ്റിൽ. വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ കാറിൽ കടത്തുകയായിരുന്ന മാരക ലഹരിമരുന്നായ MDMA-യുമായി 3 പേരെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു. മംഗൽപാടി അടുക്ക റോയൽ സ്ട്രീറ്റിലാണ് സംഭവം നടന്നത്. മംഗൽപാടി അടുക്ക വീട്ടിൽ അബ്ദുൽ അസീസ്, നെക്രാച്ചെ അലങ്കോള വീട്ടിൽ അബൂബക്കർ KV, മൊഗ്രാൽ സ്വദേശി മുസ്തഫ എന്നിവരാണ് പിടിയിലായത്. കുമ്പള സബ് ഇൻസ്പെക്ടർ അനൂപ് എസും സംഘവും രാത്രി പെട്രോളിംഗും വാഹന പരിശോധനയും നടത്തി വരുന്നതിനിടയിലാണ് നിരോധിത ലഹരിമരുന്ന് വേട്ട നടത്തിയത്. അടുക്ക റോയൽ സ്ട്രീറ്റിൽ വെച്ച് അമിത വേഗതയിൽ വന്ന കാറിന് പോലീസ് കൈകാണിച്ചുവെങ്കിലും നിർത്താതെ വെട്ടിച്ചു കടക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്ന 3 പേരും ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നടത്തിയ വാഹന പരിശോധനയിൽ മുൻവശത്തെ ഡാഷ്ബോർഡിനുള്ളിൽ സിപ്പ് ലോക്ക് കവറിലായി സൂക്ഷിച്ച നിലയിൽ 3.355 ഗ്രാം MDMA കണ്ടെത്തുകയായിരുന്നു. പിടിയിലായ പ്രതികളിൽ നിന്നും മയക്കുമരുന്നിനു പുറമെ മൊബൈൽ ഫോണുകളും പണവും ഇവർ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമ്പള. മുൻ പ്രധാനമന്ത്രിയും ആധുനിക ഭാരത ശില്പിയുമായ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സദ്ഭാവന ദിനമായി ആചരിച്ചു. പ്രിയദർശിനി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. നവഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തിയ യുവ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ജന്മദിനം തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന സദ്ഭാവന ദിനാചരണം കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട നമ്മളെ വിട്ടുപിരിഞ്ഞ മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയുടെ 82ാം ജന്മദിനമാണിന്ന്. നമ്മുടെ രാജ്യത്തെമ്പാടും ശ്രീ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്ന ഒരു ദിവസമാണിന്ന്. നമുക്കറിയാം, അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസന രംഗത്ത് കുതിപ്പും അതേപോലെ തന്നെ IT മേഖല, നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഏറ്റവും വലിയ ഒരു മുന്നേറ്റമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ സാധിച്ചത്. നമ്മുടെ വികസന രംഗത്ത് തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയായി, ലോകം അംഗീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭരണാധികാരിയായി അദ്ദേഹം ഉന്നത നിലയിലേക്ക് ഉയർന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് VM ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് KV വിജയൻ, KP ദിനേശൻ, M രജീഷ് ബാബു, KNC ഇബ്രാഹിം, TV ആനന്ദകൃഷ്ണൻ, K ശ്രീനിവാസൻ, പ്രസാദ് ഒളവറ, V അഫ്സൽ ഹാജി, V മനോഹരൻ, അജിത്ത് തൈക്കിൽ, PC മുരളീധരൻ എന്നിവർ സംസാരിച്ചു. രാജീവ് ഗാന്ധി ജന്മദിനാഘോഷ ഭാഗമായി പുഷ്പാർച്ചനയും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ലോക മലയാളികളുടെ ഓണമെന്ന മഹാ ആഘോഷം MCF-ൽ നടത്തി തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ. ഓണക്കളികളും ഓണസദ്യയും തിരുവാതിരയുമൊക്കെയായി ആഘോഷം സേനയുടെ നേതൃത്വത്തിൽ കളറാക്കി. വാർഡുകളിൽ നിന്നും ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ മാലിന്യങ്ങൾ തരംതിരിച്ച് ബെയിലിംഗ് ചെയ്ത് സൂക്ഷിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനും ഉപയോഗിക്കുന്നതിനുള്ള മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിലാണ് ഓണ പരിപാടികളും സദ്യയും ഒരുക്കിയത്. ബലൂൺ ഇരുന്ന് പൊട്ടിക്കൽ, സ്പൂൺ റൈസ്, സുന്ദരന് പൊട്ടുതൊടൽ തുടങ്ങി നിരവധി മത്സരങ്ങളും സേനാംഗങ്ങൾക്കായി നടത്തി. MCF-ൽ തിരുവാതിരക്കളിയും നടത്തി.
ശർക്കര വരട്ടിയും ഉപ്പേരിയും പഴവും 10 കൂട്ടം കറികളും പ്രഥമനും പാലടപ്പായസവും കൂട്ടിയുള്ള ഓണസദ്യയാണ് ഹരിതകർമ്മസേന വിളമ്പിയത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ 2017 രൂപീകൃതമായ ഹരിതകർമ്മസേനയിൽ ഇപ്പോൾ 42 അംഗങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷമായി MCFൽ ഓണാഘോഷം നടത്തി വരുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ MK പ്രസന്ന, അഷ്രീഫ ജാബിർ, ടൗൺ വാർഡംഗം ഫായിസ് ബീരിച്ചേരി, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് VK ബാവ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി I ബിനു, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ P റാഷിദ്, ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് VV രാജശ്രീ, സെക്രട്ടറി K ഷീന എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, പൊതുപ്രവർത്തകർ, വ്യാപാരികൾ, കുടുംബശ്രീ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഓണാഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകുവാൻ ചെണ്ടുമല്ലി കൃഷിയുമായി കാസർഗോട്ടെ പുരുഷ സ്വയം സഹായ സംഘം. രാവണേശ്വരത്ത് 1 ഏക്കർ സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. പൂക്കൾ വാങ്ങിക്കുന്നതിന് മാത്രമല്ല, ഭംഗി ആസ്വദിക്കുന്നതിനും ഫോട്ടോഷൂട്ടിനുമൊക്കെയായി നിരവധി പേരാണ് പൂപ്പാടത്തെത്തുന്നത്. രാവണേശ്വരം പുരുഷ സ്വയം സഹായ സംഘത്തിന് ഇത് ആഹ്ലാദ നിമിഷം. സംഘത്തിന്റെ കൂട്ടായ്മയിൽ രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള 1 ഏക്കർ സ്ഥലത്ത് വിരിഞ്ഞു നിൽക്കുന്നത് മനോഹരമായ ചെണ്ടുമല്ലി പൂപ്പാടം. കാടുപിടിച്ച് കിടന്നിരുന്ന സ്ഥലം വെട്ടിത്തെളിച്ച് സംഘം പ്രവർത്തകർ ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയിലാണ് 100 മേനി വിളവ് ലഭിച്ചിരിക്കുന്നത്. 1700ഓളം ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ പൂകൃഷിക്കാരനായ കരിന്തളം ജോസഫിൽ നിന്നുമാണ് സംഘം പ്രവർത്തകർ ശേഖരിച്ചത്. രാവണേശ്വരം പുരുഷ സ്വയം സഹായ സംഘത്തിലെ 11 അംഗങ്ങളാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം നിർവഹിച്ചു. നമ്മുടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ, പ്രത്യേകിച്ച് കേരളം വലിയ നിലയിലേക്കുള്ള നിലയിൽ ഈ ഓണത്തെ വരവേൽക്കുന്നതിലൂടെ നിൽക്കുകയാണ്. അപ്പോൾ അത്ര ഒരു സന്ദർഭത്തിൽ കൃത്യമായ സമയത്ത് തന്നെയാണ് ഈ വിളവെടുപ്പ് നടത്താൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കൃഷിയിൽ നിന്നും ഏകദേശം 7 ക്വിൻ്റലോളം വിളവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിളവെടുപ്പ് ദിവസം തന്നെ നിരവധി ആവശ്യക്കാർ പൂക്കൾക്കായി എത്തിയത് ആത്മവിശ്വാസം പകരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ 2 മാസമായി ഈ ഒരു കൃഷിയുടെ പിറകിലാണ് നമ്മുടെ 11 പേരടങ്ങുന്ന നമ്മുടെ മുഴുവൻ മെമ്പർമാരും. അപ്പോൾ കഴിഞ്ഞ ജൂൺ ആദ്യമാണ് നമ്മൾ ഈ ഒരു കൃഷി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ തൈ മുമ്പ് കൃഷി ചെയ്ത ആളുകളിൽ നിന്ന് തൈ വാങ്ങിച്ചുകൊണ്ട് 1500ഓളം തൈയാണ് നമ്മളിവിടെ നട്ടിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു വിളവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ ഓണം വിപണി ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഈ ഒരു കൃഷി തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കൃഷി രീതിയാണ് ഈ ചെണ്ടുമല്ലി കൃഷി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കാസർഗോഡ് ജില്ല. കാരണം പ്രത്യേകിച്ച് ചെണ്ടുമല്ലിക്ക് ഈ ലാറ്ററൈറ്റ് മണ്ണ് വളരെ നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട്. 2020 മുതൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും വളരെ വ്യാപകമായിട്ട് ചെയ്തു വരുന്ന ചെണ്ടുമല്ലി കൃഷി എനിക്ക് വളരെ ചുരുങ്ങിയ കാലയളവിൽ, അതായത് 3 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ ഏകദേശം വിളവെടുപ്പിൻ്റെ സ്റ്റേജിലേക്ക് എത്തുന്ന ഈ ക്രോപ്പ് എല്ലാവർക്കും പിന്തുടരാവുന്ന രീതിയാണ്. ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി പൂക്കൾ വാങ്ങിക്കുന്നതിന് മാത്രമല്ല, ഭംഗി ആസ്വദിക്കുന്നതിനും ഫോട്ടോഷൂട്ടിനുമായി നിരവധി പേരാണ് പൂപ്പാടത്ത് എത്തുന്നത്. വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതും ഒപ്പം വർണ്ണശലഭങ്ങളുടെ സഞ്ചാരവും പൂപ്പാടത്തെത്തുന്ന ആളുകൾക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായി മാറുന്നു.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെളിച്ചമാണ് തിരുദൂതർ എന്ന തലക്കെട്ടിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരളയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ശനിയാഴ്ച ബഹുജന സംഗമം നടക്കും. കാസർഗോഡ് RK മാളിൽ സുന്നത്തുർ റസൂൽ മാറുന്ന ലോകത്തെ മായാത്ത വെളിച്ചം എന്ന തലക്കെട്ടിലാണ് ബഹുജന സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രവാചകന്റെ ദർശനങ്ങളെയും അധ്യാപനങ്ങളെയും സമൂഹത്തിന് പരിചയപ്പെടുത്തുകയും അതിൻ്റെ പ്രാധാന്യം വിളിച്ചറിയിച്ചുകൊണ്ട് പരിപാടികൾ നടത്തുകയും ചെയ്യുക എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി കാലങ്ങളായി ചെയ്തു വരുന്നത്. നമുക്കറിയാം, ഇസ്ലാം പേടി നിലനിൽക്കുന്നൊരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇസ്ലാമോഫോബിയ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഈ സമയത്ത് പ്രവാചക ദർശനങ്ങൾ എങ്ങനെ ലോകത്തിന് സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമെന്നും മനുഷ്യൻ്റെ വ്യക്തിപരവും സാമൂഹികമായ ജീവിതത്തിൽ അതെങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നും സമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബഹുജന സംഗമമാണ് 22-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 4:30 മണിക്ക് കാസർഗോഡ് ഇവിടെ പുതിയ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള മാധൂർ ഷോപ്പിംഗ് കോംപ്ലക്സിന് പിറകുവശത്തുള്ള RK മാളിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന അമീർ P. മുജീബുർ റഹ്മാൻ അവർകളായിരിക്കും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിമാരായ അബ്ദുൽ ഹക്കീം നദ്വി, ശിഹാബ് പൂക്കോട്ടൂർ, അതുപോലെ വനിതാ വിഭാഗം സംസ്ഥാന സെക്രട്ടറി അഫീദ അഹമ്മദ്, നമ്മുടെ തൊട്ടടുത്തുള്ള ചെമ്മനാട് ജമാഅത്ത് മഹലിലെ ഖത്തീബ് അബ്ദുസ്സലാം അൽ കാസിമി തുടങ്ങിയവരൊക്കെ ഈ പ്രഭാഷണത്തിൽ, ഈ ചർച്ചാ സംഗമത്തിൽ, ബഹുജന സംഗമത്തിൽ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PS അബ്ദുല്ല കുഞ്ഞി, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ്, കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി, ബഹുജന സംഗമം ജനറൽ കൺവീനർ അഷ്റഫ് ബായാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സുനാമി ദുരന്ത സാധ്യതയെ നേരിടുവാനുള്ള യുനെസ്കോ പദ്ധതിയുടെ ഭാഗമായി സുനാമി റെഡി പദ്ധതി വലിയപറമ്പിലെ മാവില കടപ്പുറത്ത് സംഘടിപ്പിച്ചു. കള്ളക്കടൽ പ്രതിഭാസമുണ്ടാകുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കടലിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനം മോക്ട്രിലിൽ നിന്നും ഒഴിവാക്കിയാണ് നടത്തിയത്. ദുരന്തമുഖത്ത് എങ്ങനെ പ്രവർത്തിക്കണം, അതിനായി എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം തുടങ്ങി നിരവധി കാര്യങ്ങൾ ട്രോമ കെയർ, അഗ്നിരക്ഷാ വിഭാഗത്തിലെ സിവിൽ ഡിഫൻസ്, ആശാ വോളണ്ടിയർമാർ, കുടുംബശ്രീ ഭാരവാഹികൾ, ആരോഗ്യപ്രവർത്തകർ, പൊതുപ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് പരിശീലനം നൽകിയത്. ഇതിന്റെ തുടർച്ചയായാണ് മാവില കടപ്പുറം ഒരിയറ ബലിക്കളത്തിന് സമീപം മോക്ക് ഡ്രില്ലും നടത്തിയത്. സുനാമിയിൽ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളാണ് മോക്ക് ഡ്രില്ലിലും ബോധവൽക്കരണത്തിലും നാടിനെയൊന്നാകെ ഉൾച്ചേർത്ത് അവതരിപ്പിച്ചത്. കാസർഗോഡ് ADM P. ഉദയകുമാർ, കാഞ്ഞങ്ങാട് RDO P. സുദീപ്, ഹോസ്ദുർഗ് തഹസിൽദാർ K. രമേശൻ, വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MT ബുഷ്ര, വൈസ് പ്രസിഡന്റ് PP മനോജ്, അഗ്നിരക്ഷാസേന തൃക്കരിപ്പൂർ ഓഫീസർ KV പ്രഭാകരൻ, ചന്ദേര SI KP സതീഷ് കുമാർ, PV തുളസിരാജ്, കോസ്റ്റൽ SI M. രാജ്മോഹൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ മോഹൻ, ഡോക്ടർ PH മുബാറക്, ദുരന്ത നിവാരണ അതോറിറ്റി കോർഡിനേറ്റർ അഹമ്മദ് ഷഫീഖ്, കാസർഗോഡ് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ K. ശ്രീജേഷ്, ഹസാദ് അനലിസ്റ്റ് PV ശില്പ, വലിയപറമ്പ് പഞ്ചായത്ത് സെക്രട്ടറി ജിമ്മി ജോൺ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ N. മോഹനൻ, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി. കേരളത്തിലെ 9 ജില്ലകളിലാണ് ഇത്തവണ സുനാമി റെഡി നടത്തുന്നത്. വലിയപറമ്പിൽ മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ പദ്ധതി നടന്നത്. 2022 മുതൽ വലിയപറമ്പ് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മോക്ക് ഡ്രിൽ നടത്തിവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കൺസ്യൂമർ ഫെഡും മഞ്ചേശ്വരം സഹകരണ ബാങ്കും സംയുക്തമായി ഓണം സഹകരണ വിപണി ആരംഭിച്ചു. മഞ്ചേശ്വരം MK ഫാത്തിമ കോംപ്ലക്സിലാണ് ഓണം സഹകരണ വിപണി ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ കനില ഉദ്ഘാടനം നിർവഹിച്ചു. കൺസ്യൂമർ ഫെഡും മഞ്ചേശ്വരം സഹകരണ ബാങ്കും സംയുക്തമായി മഞ്ചേശ്വരം MK ഫാത്തിമ കോംപ്ലക്സിൽ സംഘടിപ്പിക്കുന്ന ഓണം സഹകരണ വിപണിക്ക് തുടക്കമായി. ബാങ്ക് പ്രസിഡന്റ് S. രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ ബാങ്കിന്റെ മുതിർന്ന ഉപഭോക്താവ് ഹരീഷ് ഭട്ടിന് ഓണം സാധനങ്ങൾ നൽകി മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ കനില ഓണം സഹകരണ വിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
സഹകരണ പ്രസ്ഥാനങ്ങൾ ഗ്രാമീണ ജനതയുടെ സാമ്പത്തിക പുരോഗതിയുടെ നട്ടെല്ലാണെന്നും ഉത്സവ സീസണുകളിൽ ഇത്തരം വിപണികൾ തുറക്കുന്നതിലൂടെ സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ഗുണനിലവാരമുള്ള സാധനങ്ങൾ ലഭിക്കുന്നതിനൊപ്പം പ്രാദേശിക കർഷകർക്കും വ്യാപാരികൾക്കും വലിയ പ്രോത്സാഹനമാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർമാരായ ശേഷമ്മ, ഗണേഷ് CH, യതീഷ് കാജൂർ, ഡോക്ടർ KA ഖാദർ, രേഖ കീർത്തേശ്വർ, നാരായണൻ, രാജൻ, വിജയ കനില, ഗംഗാധര KH, ശ്രീധർ MK, മസൂദ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള സർക്കാരിന്റെ സബ്സിഡി നിരക്കിൽ അരി, പഞ്ചസാര, വെളിച്ചെണ്ണ, കടല, ഉഴുന്ന് തുടങ്ങി സമാനതകളില്ലാത്ത 13 അവശ്യ സാധനങ്ങൾ ഇവിടെ ലഭ്യമായിരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഉദ്ഘാടന ദിവസം തന്നെ സഹകരണ വിപണിയിൽ പൊതുജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ബാങ്ക് സെക്രട്ടറി രാജൻ നായർ P സ്വാഗതവും രാമചന്ദ്ര K നന്ദിയും പറഞ്ഞു. കൂടുതലായി വിശദീകരിക്കേണ്ട ഒരു ആവശ്യകതയും കാണുന്നില്ല. ഏതായാലും കൊല്ലം കണക്കിലായി കേരള ഗവൺമെൻറ്റും കോപ്പറേറ്റീവ് ഫണ്ടും സഹിതമായി അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സർവീസ് ബാങ്കും ജനങ്ങൾക്ക് കൂടെ നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്ന ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ്. അത് ഓണം ചന്തയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഏക ലക്ഷ്യമാണ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും 13ഓളം ഐറ്റമുകളുണ്ട്. വില കുറവിൽ കൊടുക്കാനുള്ള എല്ലാ ഉദ്ദേശത്തിലാണ് ഓണം ചന്തയുടെ. കേരളത്തിലെ ഒരു മാതൃകമാണ്. കേരളത്തിലെ എല്ലാ മതക്കാർക്കും എല്ലാ ജാതിക്കാർക്കും ഒരേ പല തുകമുള്ള ഒരു ഓണം ചന്തയാണ് കേരളത്തിൽ മൊത്തത്തിൽ നടത്തിക്കൊണ്ട്. ഏത് മതക്കാർ ഏത് ജാതിക്കാരെ ഒന്നിച്ച് ഒരു അമ്മപ്പറ്റ മക്കളെ പോലാണ് കേരളത്തിൽ ഓണം ചന്ത നടത്തൽ. അതുകൊണ്ട് അത് കേരളത്തിൽ മാത്രമല്ല ഓണിൽ ഒരു മാതൃകമായി ഇന്ത്യയിൽ നടത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഭാരത്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മലയാളികളുടെ ഗതകാല സ്മരണകളെ തൊട്ടുണർത്തുന്ന പരമ്പരാഗത വേഷമണിഞ്ഞെത്തിയ കുരുന്നുകൾ സദസ്സിനെ അമ്പരപ്പിച്ചു. ഉദിനൂർ സെൻട്രൽ AUP സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം അധ്യാപക രക്ഷകർതൃ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നടത്തിയ കേരളീയ വേഷ മത്സരത്തിലാണ് പഴമയുടെ ഓർമ്മ പുതുക്കൽ നടന്നത്. കേരളീയ വേഷത്തിൽ ഓലക്കുടയും പൂക്കുടയും ഏന്തിയവരും തറ്റുടുത്തവരുമായ പെൺകുട്ടികളും കസവുമുണ്ടും ഷർട്ടും ധരിച്ച ആൺകുട്ടികളും ഉൾപ്പെടെ 33 കുരുന്നുകളാണ് ഓണാഘോഷവേദിയിൽ മാറ്റുരച്ചത്. മത്സരത്തിൽ ഹവായ് ചെരുപ്പ് ധരിച്ച് മുണ്ടുടുത്ത് പങ്കെടുത്തതും നൊസ്റ്റാൾജിയ ഉയർത്തി. മത്സരത്തിൽ പെൺകുട്ടികളിൽ റിത്യ രജീഷ് 1ാം സ്ഥാനം നേടി. PV ശിവാനി 2ാം സ്ഥാനം നേടി. ആൺകുട്ടികളിൽ VP ഫലഹ് 1ാമതെത്തി. S ത്രയാൻ 2ാം സ്ഥാനവും നേടി. പ്രീ പ്രൈമറി വിഭാഗത്തിലെ ഹാളിൽ രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് വർണ്ണപ്പൂക്കളവും തീർത്തു. 10 ഇനം നാടൻ പൂക്കൾ ഉപയോഗിച്ചാണ് പൂക്കളമൊരുക്കിയത്. താരജോഡികൾ, സെൽഫി തുടങ്ങി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമായി 8 ഇനങ്ങളിൽ മത്സരവും നടന്നു. തുടർന്ന് ഓണസദ്യയും നടന്നു. പ്രീ പ്രൈമറി PTA പ്രസിഡന്റ് ഷിബു സൈൻ, മദർ PTA പ്രസിഡന്റ് അഞ്ജലി സന്ദീപ്, അധ്യാപകരായ K ജയശ്രീ, PP രജിത എന്നിവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പെൻഷൻ ഗുണഭോക്താക്കളുടെ വില്ലേജ് തല കൂട്ടായ്മ നടത്തി. ജനകീയ പെൻഷൻ വിതരണ സംവിധാനമില്ലാതാക്കി വയോജനങ്ങളെയും ഭിന്നശേഷിക്കാരെയും ബുദ്ധിമുട്ടിക്കുന്നത് കടുത്ത അനീതിയാണെന്ന് ഇവർ പറഞ്ഞു. പെൻഷൻ ഗുണഭോക്താക്കളുടെ വില്ലേജ് തല കൂട്ടായ്മ നടത്തി. ഹോസ്ദുർഗ് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം സംവിധാനം അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കം അംഗീകരിക്കാൻ കഴിയില്ല എന്നും പാവപ്പെട്ടവരുടെ കൈകളിൽ നേരിട്ട് പെൻഷൻ തുക എത്തിക്കുന്ന ജനകീയ പെൻഷൻ വിതരണ പദ്ധതിയാണ് സർക്കാർ പുതിയ ഉത്തരവിലൂടെ തകിടം മറിക്കാനൊരുങ്ങുന്നതെന്നും ഇവർ ആരോപിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം PK നിശാന്ത് ഉദ്ഘാടനം ചെയ്തു. രൂപ കൂട്ടിയത് 10, 18, 20 മാസം കുടിശ്ശികയാക്കാനായിരുന്നു. കൊടുക്കാതിരിക്കാനാണ്. കൊടുക്കുന്നുണ്ടെങ്കിലല്ലേ പ്രശ്നമില്ലൂ. എത്ര കൂട്ടിയാലെന്താ? അവർക്ക് കൊടുക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 10, 18 മാസം കുടിശ്ശികയാക്കി വെച്ചുകൊണ്ട് അവസാന കാലത്ത് ജനങ്ങൾ പൊറുതിമുട്ടി UDFന്റെ ഭരണത്തെ കേരളത്തിന്റെ പടിവാതിൽക്കൽ നിന്നും ചവിട്ടിപ്പുറത്താക്കിയത്. ജനങ്ങൾ പൊറുതിമുട്ടി ചവിട്ടിപ്പുറത്താക്കിയല്ലേ. 2016 അധികാരത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനിച്ചു കൊടുക്കും. 10, 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു, കൊടുക്കും. V സുകുമാരൻ, K ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. KV ജയപാൽ സ്വാഗതം പറഞ്ഞു. NV ബാലൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 13 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുൻപ് വിതരണം ചെയ്യണമെന്ന ആവശ്യം. HMSന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. 13 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യുക, നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവ് തടയുക, പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്
HMSന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. HMS ദേശീയ സമിതി അംഗം മനയത്ത് ചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഇവിടുത്തെ അസംഘടിത മേഖല തൊഴിലാളികൾ മൊത്തം ഇന്ത്യയിലെ തൊഴിലാളികളുടെ 93% അസംഘടിത മേഖലയിലാണ്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കർഷകരുടെ ആനുകൂല്യങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് നിയമം പാസാക്കി. ആ തൊഴിലാളികൾ, ലക്ഷക്കണക്കായ തൊഴിലാളികൾ ഡൽഹി നഗരത്തിൽ അവരവരുടെ വീട്ടിലെ ഉപകരണങ്ങളും ഭക്ഷ്യസാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് അവരുടെ വീടുകളിലുള്ള നായയെയും പൂച്ചയെയും അവരെ കറക്കുന്ന പശുവിനെയും എല്ലാം കൊണ്ടവർ ഡൽഹി നഗരത്തിൽ തമ്പടിച്ചു. മാസങ്ങളോളം നടന്ന സമരത്തിൽ 700ഓളം കർഷക രക്തസാക്ഷികളായി. മഞ്ഞും വെയിലും തണുപ്പും അസഹ്യമായ ചൂടുമെല്ലാം സഹിച്ചുകൊണ്ട് അവർ പോരാട്ടം നടത്തി. ഞങ്ങളെ തൊടാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് കരുതിയ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കർഷകരുടെ പോരാട്ടത്തിന് മുമ്പിൽ മുട്ടുമടക്കി ആ നിയമം പിൻവലിച്ചു. ഇവിടെ പാറ്റകൾ എന്ന് പറയുന്ന ഇന്ത്യൻ യുവാക്കൾ ജന്തർ മന്ദർ നടത്തിയ സമരത്തിന്റെ ഫലമായി VM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. K അമ്പാടി, VV വിജയൻ, അഡ്വക്കേറ്റ് KV രാമചന്ദ്രൻ, K രവീന്ദ്രൻ, C ബാലകൃഷ്ണൻ, C സഹദേവൻ, P ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. PV തമ്പാൻ സ്വാഗതവും K അമ്പു നന്ദിയും പറഞ്ഞു. K ചന്ദ്രൻ, K വേണുഗോപാലൻ, കാമലിൽ കുഞ്ഞമ്പു, K തമ്പായി, K കാർത്യായനി, C നാരായണൻ, ഉണ്ണികൃഷ്ണൻ K എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് YMCA പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കുടുംബസംഗമവും നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഹാളിൽ തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു ഇളംതുരുത്തി പടവിൽ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് YMCA പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. പരിപാടികൾ കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഹാളിൽ തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു ഇളംതുരുത്തി പടവിൽ ഉദ്ഘാടനം ചെയ്തു. കാരണം ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നവരൊക്കെ ഈ സമൂഹത്തിന് മുമ്പിൽ നിലയും വിലയും ഉള്ളവരാണ്. അപ്പൊ നിലയും വിലയുമുള്ള നിങ്ങൾ ഓരോരുത്തരും ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുമ്പോൾ തന്നെ കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാനുള്ള ശേഷി ദൈവം നിങ്ങൾക്ക് നൽകുകയാണ്. കാരണം നിങ്ങളെ തന്നെ നിങ്ങൾ വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, എന്റെ മുമ്പിരിക്കുന്ന നിങ്ങളെല്ലാവരും വ്യക്തിപരമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ കാഞ്ഞങ്ങാട് ദേശത്തിന്റെ അനുഗ്രഹമാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ പ്രസ്ഥാനത്തിലൂടെ ഈ കാഞ്ഞങ്ങാട് ദേശത്തെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ഉദ്ധരിക്കാനായിട്ട് കൂടുതൽ നവീകരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഏറെ പ്രശംസനീയമാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. കാരണം മൂല്യങ്ങൾ അധിഷ്ഠിതമായ ഒരു ചിന്താധാരയാണ് YMCA പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുക. മൂല്യാധിഷ്ഠിതമാകണമെങ്കിൽ മൂല്യങ്ങളുള്ളവർ ഇതിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സവിശേഷതയായി എനിക്ക് തോന്നുന്നത്. പ്രസിഡന്റ് സാജു തോമസ് അധ്യക്ഷത വഹിച്ചു. YMCA ഡയാലിസിസ് പ്രൊജക്ട് നാഷണൽ വൈസ് ചെയർമാൻ മാനുവൽ കുറിച്ചിത്താനം മുഖ്യപ്രഭാഷണം നടത്തി. ഭാരവാഹികളുടെ സ്ഥാനാരോഹണത്തിന് സബ് റീജിയണൽ ചെയർമാൻ CM ബൈജുവും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ജനറൽ കൺവീനർ റോജി മാത്യുവും നേതൃത്വം നൽകി. പീറ്റർ ചക്കുങ്കൽ, KK സേവിച്ചൻ, ലില്ലിക്കുട്ടി കൊടിയംകുന്നേൽ, ജെയ്സൺ തോമസ്, വിക്ടർ കൊടിമറ്റം, സോണി കാരിക്കൽ എന്നിവർ സംസാരിച്ചു. സെബാസ്റ്റ്യൻ കുറ്റത്തിൽ സ്വാഗതവും രാരിച്ചൻ പന്നക്കത്തിൽ നന്ദിയും പറഞ്ഞു. സംസ്ഥാന ജൂനിയർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ സിയോണ സിനോജിനെയും 3 ഗാനങ്ങൾ എഴുതി സംഗീതം നിർവഹിച്ച ലില്ലിക്കുട്ടി സേവിച്ചനെയും YMCA ഡയാലിസിസ് പ്രൊജക്ട് നാഷണൽ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട മാനുവൽ കുറിച്ചിത്താനത്തിനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പുതിയ ഭാരവാഹികളായി CA പീറ്ററിനെ പ്രസിഡന്റായും, സെബാസ്റ്റ്യൻ കുറ്റത്തലിനെ വൈസ് പ്രസിഡന്റായും, രാരിച്ചൻ പന്നത്തിക്കലിനെ ജനറൽ സെക്രട്ടറിയായും, ജോജോ മാത്യുവിനെ സെക്രട്ടറിയായും, രാജ് സെബാനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പ്രതിഷേധ സംഗമം നടന്നു. അഡ്വക്കേറ്റ് K രാജ്മോഹനൻ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. അജാനൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ നേതൃത്വത്തിൽ വീടുകളിൽ പെൻഷൻ എത്തിക്കുന്നത് നിർത്തലാക്കിയ UDF സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് K രാജ്മോഹൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. ആ ഉത്തരവിൽ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ
നിർദ്ദേശമുണ്ട്. DBT അനുസരിച്ച്, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ഗുണഭോക്താക്കൾക്ക് നേരത്തെ കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം എത്തിക്കണമെന്നുള്ള നിർദ്ദേശം 2023-ലുണ്ടായിരുന്നു. 22-23 കാലത്ത് LDF സർക്കാരിൻ്റെ കാലത്ത് നിരവധി ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലും തുറന്നു സഹകരണ സ്ഥാപനങ്ങളിലൂടെ ഏതാണ്ട് 28 ലക്ഷം ആളുകളുടെ പെൻഷൻ വീടുകളിലെത്തിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരമൊരു ഉത്തരവ് വന്നിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് പെൻഷൻ നിഷേധിക്കുന്നതിൻ്റെ ആദ്യ പടിയായിട്ട് വേണം നമ്മൾ ഇതിനെ കാണുന്നത്. നേരത്തെ ഇവിടെ പെൻഷന്റെ നാൾ വഴികളെ സംബന്ധിച്ച് അധ്യക്ഷൻ പറഞ്ഞു. 80-ൽ സഖാവ് നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോഴാണ് ഇത് ആരംഭിച്ചത്. അന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ കെ കരുണാകരൻ നിയമസഭയിൽ ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. VD സതീശന്റെ സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ മറ്റൊരു ചെറുപതിപ്പാണെന്നും പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളാണ് ഇരു സർക്കാരുകളും കൈക്കൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സഹകരണ സംഘങ്ങളിലൂടെ വീടുകളിലെത്തിക്കുന്നത് നിർത്തലാക്കിയത് ജനദ്രോഹപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാറ്റാടി കുമാരൻ അധ്യക്ഷത വഹിച്ചു. M. പൊക്ലൻ, K. വിശ്വനാഥൻ, ദേവി രവീന്ദ്രൻ, VV തുളസി, MV രാഘവൻ, TV പദ്മിനി, MV നാരായണൻ, AV പവിത്രൻ, MR ദിനേശൻ, M. ദാമോദരൻ, PK കണ്ണൻ, K. സതി, TV സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് മാസ്തിക്കുണ്ടിൽ ബൈക്കും സ്കൂൾ ബസ്സും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഗാളിമുഖ സ്വദേശി ഷമ്മാസാണ് മരിച്ചത്. കാസർഗോഡ് MG റോഡിലെ വാഹനാപകടം. ലോറിക്കടിയിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ വ്യാപാരി മരിച്ചു. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതികളായ MDMA കേസ്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളെ കാണുമെന്നും പ്രതികൾ. കാസർഗോഡ് എയിംസ് എന്ന സ്വപ്നത്തിന് വീണ്ടും ചിറകുമുളയ്ക്കുന്നു. പെരിയയിൽ 274 ഏക്കർ ഭൂമി അനുയോജ്യമെന്ന് ജില്ലാ കളക്ടറുടെ പ്രൊപ്പോസൽ. കുമ്പളയിൽ വൻ ലഹരിവേട്ട. കാറിൽ കടത്തുകയായിരുന്ന 3.355 ഗ്രാം MDMAയുമായി 3 പേർ അറസ്റ്റിൽ. രാജീവ് ഗാന്ധിയുടെ ജന്മദിനം തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സദ്ഭാവന ദിനമായി ആചരിച്ചു. പ്രിയദർശിനി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. ഓണാഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകുവാൻ ചെണ്ടുമല്ലി കൃഷിയുമായി കാസർഗോട്ടെ പുരുഷ സ്വയം സഹായ സംഘം. രാവണേശ്വരത്ത് 1 ഏക്കർ സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.